ഓപ്പൺ ഹാർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്കൊപ്പം അതിഥിയായി ചേരുന്നത് ശരിക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ ട്രെൻഡിങ് ആയി വൈറലായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. മലയാളികളുടെ സ്വന്തം റിയാസ് ഖാൻ. അടിച്ച് കയറി വാ എന്ന ഈ ഡയലോഗ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല. ടർബോ ജോസ് തിയേറ്ററിൽ തരംഗം സൃഷ്ടിക്കുമ്പോൾ ദുബായ് ജോസാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യമായി റിയാസ് ഖാൻ ന്യൂസ് 8-നൊപ്പം ചേരുകയാണ്. ചേട്ടാ സ്വാഗതം. താങ്ക് യു ചേട്ടാ. അടിച്ച് കേറി വാ. ഇത് ചേട്ടൻ്റെ ആദ്യത്തെ ഈ ഒരു ട്രെൻഡ് വന്നതിന് ശേഷം ആദ്യമായിട്ട് ചേട്ടൻ മലയാളികളോട് സംസാരിക്കുമല്ലേ? ആണ്, ഫസ്റ്റ് നിങ്ങളാണ്. ഓക്കെ. അപ്പോൾ ഈ തിയേറ്ററിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയ ടർബോ തിയേറ്ററിൽ വലിയ ട്രെൻഡിങ് ആയി പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ, അതായത് അവരുടെ ഈ ടർബോയുടെ സിനിമയുടെ സെക്കൻഡ് വീക്ക് പോസ്റ്ററിൽ പോലും അടിച്ച് കയറി വാ എന്നാണ് അവർ ആ പോസ്റ്റർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മലയാളികളുടെ ഈ ഒരു ഇത്രയും നാളത്തിന് ശേഷമുള്ള മലയാളികളുടെ ഈ ഒരു ട്രോൾസും അല്ലെങ്കിൽ ഈ ഒരു വീഡിയോസും കാണുമ്പോൾ ചേട്ടൻ എന്താ ശരിക്കും തോന്നുന്നത്? ഇതിന് ആക്ച്വലി താങ്ക്സ് പറയാനുള്ളത് സിബി സാറോട് കേട്ടോ. സിബി സാറ് ഇങ്ങനെയാണ് പ്രതീക്ഷിച്ചത് അന്ന് ജലോത്സവം റിലീസിന് അന്ന്. അതെ, ശരിക്കും ഈ ഒരു സമയം അന്ന് ഒരു 20 വർഷം മുമ്പ് കിട്ടേണ്ട ആ ഒരു സ്വീകാര്യതയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അന്ന് ഇങ്ങനെ സൂം കോളോ ഇങ്ങനെ സോഷ്യൽ മീഡിയയോ ഇന്റർനെറ്റോ അല്ലെങ്കിൽ വീഡിയോ അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു. ഓക്കെ, 20 years ബാക്ക്. സോ ഇത്രയും ഹൈപ്പ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. തിയേറ്റർ കിട്ടാതെ പോയി, സിനിമ റിലീസ് മാറ്റി വെച്ച് പോയി, അങ്ങനെ അത് ശ്രദ്ധിക്കാതെ പോയി, അത് പോയി. പക്ഷെ ഞാനെപ്പോഴും പറയില്ല, ഹാർഡ് വർക്ക് നെവർ ഫെയിൽസ്. സോ 20 വർഷമായാലും 30 വർഷമായാലും കിട്ടേണ്ടത് കിട്ടും അല്ലേ? അത് കാണുമ്പം ശരിക്കും ചേട്ടൻ എന്താ തോന്നുന്നത്? സന്തോഷമാണോ? എങ്ങനെയാ, എന്താ ഫീൽ ചെയ്യുന്നത്? ഇല്ല മസി, നമ്മളെങ്ങനെ ഈ ഒരു വിജയമായിരുന്നു അന്ന് ഞാൻ ആഗ്രഹിച്ചത്. നമ്മൾ ഇപ്പൊ അത് ആ ജലോത്സവത്തിന് അടിച്ചു കയറി വാ, വീണ്ടും ജലോത്സവം, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേർ അത് പറയുന്നു. അപ്പൊ അത് സെയിം ഒരു പടം എങ്ങനെ ഹിറ്റായി അതിന് എത്ര പേര് വരുന്നു, സെയിം ഫീലിംഗ് ആണ് ഇപ്പോഴും. വെരി ഹാപ്പി. ഇപ്പോഴെങ്കിലും അത് റെക്കഗ്നൈസേഷൻ വന്നല്ലോ എന്നുള്ള ഹാപ്പി. അതെ അതെ, ശരിക്കും നമ്മുടെ ഈ ദുബായ് ജോസ് ഹിറ്റായ സമയത്ത്, ഹിറ്റായി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സിഡിൽ റോഷൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം യൂസർ, അപ്പം പുള്ളിക്കാരൻ ചേട്ടൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അല്ലെങ്കിൽ ചേട്ടൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട്, പഴയൊരു വീഡിയോ എടുത്തിട്ട് പുള്ളിക്കാരൻ ഡബ് ചെയ്ത് മലയാളികളോട് ഇതിനെക്കുറിച്ച് നന്ദി പറയുന്നുണ്ട്. എന്നെ നിങ്ങൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിരിച്ചറിഞ്ഞ് എനിക്ക് സന്തോഷമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ശ്രദ്ധിച്ചിരുന്നോ, കണ്ടിരുന്നോ ആ വീഡിയോ? കണ്ട് ഇങ്ങനത്തെ ഒരു ബെനിഫിറ്റല്ലേ. ഓക്കെ. ഭയങ്കര ഫാനാണ് പുള്ളി. അല്ല, ഇപ്പം ശരിക്കും ചേട്ടൻ്റെ ശബ്ദത്തിൽ ഇപ്പം നമുക്ക് മലയാളികളോട് ഈ ഒരു ട്രെൻഡിന് എന്താണ് മലയാളികളോട് പറയാനുള്ളത്? മലയാളത്തിന് ഈ ഒരു സ്നേഹത്തിന് നന്ദി, ഇനി വരാൻ പോകുന്ന സ്നേഹത്തിന് നന്ദി, കാണിച്ച സ്നേഹത്തിനും നന്ദി. എപ്പോഴും ഇറ്റ്സ് താങ്ക്ഫുൾ ആണ്. ശരിക്കും ഇതിനു മുമ്പ് ചേട്ടൻ്റെ വളരെ ട്രെൻഡിങ് ആയിരുന്നൊരു ഡയലോഗ് എന്ന് പറഞ്ഞാൽ ദിലീപിനോടുള്ള ഈ കൊച്ചി രാജാവ് എന്ന് പറയുന്ന സിനിമയിൽ തെറ്റെൻ്റെ ഭാഗത്താണ് സൂര്യ എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട്. ആ ഒരു ഡയലോഗ് ശരിക്കും പറഞ്ഞാൽ എക്കാലവും, അതിനിങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ലാതെ എക്കാലവും ഇങ്ങനെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡയലോഗാണത്. ശരിക്കും ദിലീപുമായിട്ടുള്ള ആ ഒരു സിനിമ എക്സ്പീരിയൻസ്, അന്നത്തെ ആ ഒരു എക്സ്പീരിയൻസ് അതൊന്ന് പറയാമോ? കൊച്ചി രാജാവ് ബിഗ് ഹിറ്റ് ഫിലിമാണ്. ബിഗ് ആർട്ടിസ്റ്റ് കോമ്പിനേഷൻ, കുറേ ആക്ടേഴ്സ് ഉള്ള വലിയ ലെജൻസ് അഭിനയിച്ച പടമാണ് കൊച്ചി രാജാവ്. ജോണി ആന്റണിയുടെ ഫസ്റ്റ് ഫിലിം. അല്ല, ശരിക്കും ദിലീപ് മൊത്ത് നിങ്ങൾ നല്ല കുറേ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല സൗഹൃദമാണ് ദിലീപ് മൊത്തെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ദിലീപിൻ്റെ പല സിനിമകളിലും ചേട്ടൻ ഇങ്ങനെ ക്യാരക്ടറുകൾ ചെയ്യാറുണ്ട്. ദിലീപിൻ്റെ ഒരു ഭാഗ്യ കോമ്പിനേഷനാണ് ചേട്ടനെന്ന് പലപ്പോഴും കേട്ടിട്ടുണ്ട്. നമുക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള റിലേഷൻഷിപ്പാണ്. ഇന്നലെ തുടങ്ങിയതല്ല, ഒരു 25 yearsന് മുകളിലുള്ള റിലേഷൻഷിപ്പാണ് ഞാനും ദിലീപിന്. സിനിമയിൽ വരുന്നതിന് മുമ്പേ നമുക്കറിയാം, പിന്നെ അത് കഴിഞ്ഞിട്ടും അറിയാം. സോ അത് പിന്നെ ആ റിലേഷൻഷിപ്പ് ഇങ്ങനെ തുടർന്നു. പിന്നെ അത് അറിയാലോ, നമ്മള് എല്ലാ നമ്മള് ഒരു ഫ്രണ്ട് എന്ന് പറയുമ്പോൾ എല്ലാ കഷ്ടങ്ങൾക്കും കൂടെ നിൽക്കുന്ന ഒരാളാണ് ഫ്രണ്ട്. എല്ലാ പേഴ്സണൽ കാര്യങ്ങളിലും എല്ലാ കഷ്ടങ്ങളും വരെ നമ്മൾ ഹിറ്റ് തന്നു, ഒരു സന്തോഷമായ ആഘോഷം, അതിന് മാത്രമല്ലല്ലോ ഫ്രണ്ട്. എല്ലാ പ്രശ്നങ്ങളിലും നമ്മൾ കൂടെ ഉണ്ടായിരിക്കും, കൂടെ സംസാരിക്കും. സോ അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. വെരി തിക് ഫ്രണ്ട്സ് ആണ് ഞാനും പുള്ളിയും. പുള്ളി ഇപ്പൊ ചെന്നൈയിലാണല്ലോ താമസിക്കുന്നത്? ആണ്, ചെന്നൈയിലാണ്. ഇവിടെയാണ് താമസം. തീർച്ചയായിട്ടും ചേട്ടാ, ഞാൻ വീണ്ടും ജലോത്സവത്തിലേക്ക് വരികയാണ്. ശരിക്കും ജലോത്സവം 2004 ആ സിനിമ റിലീസാവുന്നത്. 20 വർഷങ്ങൾക്ക് ശേഷമാണ് ജലോത്സവം സിനിമയ്ക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഒരു സ്വീകാര്യത വീണ്ടും കിട്ടുന്നത്. ഇപ്പോൾ ഈ ട്രോളുകളും ഈ മിമിയൊക്കെ ഇറങ്ങിയ ശേഷം ഒരുപാട് ആൾക്കാർ വീണ്ടും ആ സിനിമ ചിലപ്പോൾ കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മലയാളികൾ ഇങ്ങനെ തിരിച്ചറിയാൻ വൈകിയെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? അന്നത്തെ കാലം ഇന്നത്തെ കാലമൊന്നുമല്ല, എല്ലാ കാലത്തും ഒന്ന് തന്നെയാണ്. സോ അങ്ങനെ ഒന്നുമില്ല, കാലങ്ങളൊന്നുമില്ല. ആക്ടർ ആക്ച്വലി കണ്ടെത്തണം. ഓക്കെ, ഇപ്പൊ ഞാൻ വെറുതെ പറയാണ്, ക്യാമറയുടെ മുന്നിൽ നിന്നാൽ എല്ലാവരും ആക്ടർ എന്നാ പറയുന്നത്. ഓക്കെ, പക്ഷേ ഡയറക്ടർ ആക്ടർ കണ്ടെത്തണം, ഒറിജിനൽ ആക്ടർ കണ്ടെത്തണം. ആക്ടർ എല്ലാം പെർഫോം ചെയ്യും.
ഇപ്പൊ എന്നെ കണ്ട ക്രൂരമായ വില്ലനായിട്ട് തോന്നുന്നു ഇങ്ങനെ കണ്ട. നമ്മൾ പെർഫോം ചെയ്യുന്നില്ല, ആക്ടറാണ് നമ്മൾ. ബി പെർഫോം, ആ ക്യാരക്ടർ നമ്മൾ പെർഫോം ചെയ്യാനാണ്. അവിടെ സ്ക്രിപ്റ്റിൽ ഉള്ളതും നമ്മൾ എക്സ്ട്രാ നമ്മുടെ ഇനി എന്ത് ചെയ്യാം, ഇത് എൻഹാൻസ് ചെയ്യാൻ, ഇത് എക്സൽ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് നമ്മൾ സാധനം ചെയ്യുന്നതാണ്. അതുപോലെ ജലോത്സവം സിനിമയിലേക്ക് എങ്ങനെയാണ് അന്ന് എത്തപ്പെട്ടത്? കാരണം എന്ന് പറഞ്ഞാൽ അന്ന് ചേട്ടൻ എന്ന് പറഞ്ഞാൽ ചെറിയ ഈ സീരിയസ് ആയിട്ടുള്ള വില്ലൻ വേഷങ്ങളും അതുപോലെ ഈ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറുകളാണ് കൂടുതലും ചെയ്തിരുന്നത്. പക്ഷേ ഈ ജലോത്സവം സിനിമയിൽ ഒരു ഫുൾ ലെങ്ത് ക്യാരക്ടറാണ്, നെഗറ്റീവ് ആണ്, വില്ലൻ ആണെങ്കിൽ പോലും അതൊരു നല്ല വേഷമാണ് ശരിക്കും ആ സിനിമയിൽ ചേട്ടന് കിട്ടിയത്. അതെങ്ങനെയാണ് ആ വേഷത്തിലേക്ക് എത്തിയത്? അത് സിബി സാറ് എന്നെ ഉള്ളിൽ കണ്ടെത്തി, റിയാസ് ഇങ്ങനെ ഒരു കഴിവുണ്ട്, റിയാസ് അഭിനയിക്കും എന്ന് സിബി സാർ ട്രസ്റ്റ് ചെയ്ത് തന്നാണ് റിയാസ് ചെയ്യുന്നത്. ആക്ച്വലി ആ ക്യാരക്ടർ ജലോത്സവം സിനിമയിൽ അത്രയും ഫുൾ ഫ്ലെഡ്ജ്ഡ് അല്ലായിരുന്നു ക്യാരക്ടർ. എന്റെ ഫസ്റ്റ് ഡേ ഷൂട്ടിംഗ്, സെക്കൻഡ് ഡേ ഷൂട്ടിംഗ് കണ്ട് സിബി സാർ ഓരോ സീൻ എല്ലാ ദിവസവും കാലത്ത് 7:30 വന്നിരുന്ന് സാറ് തന്നെ എഴുതി തരയായിരുന്നു സീൻ പെർഫോം ചെയ്യാൻ, എഴുതി തരയായിരുന്നു. അങ്ങനെ ആദ്യമേ സാറ് പെർഫോം ചെയ്തപ്പോ സാറ് പറഞ്ഞാണത്, ഈ അടിച്ചു കയറി വാ, എവിടെയൊക്കെ ഇടാൻ പറ്റുന്ന അവിടേക്ക് ഇട്ടോ റിയാസ് പറഞ്ഞു. സോ അത് ഡയലോഗിൽ കൂടെ ഓരോ സിറ്റുവേഷനിലും പല മോഡുലേഷനിലാണത്. അതിൽ സങ്കടമുണ്ട്, ദേഷ്യമുണ്ട്, കോമഡി ഉണ്ട്, ഒരു ആക്കിപ്പറച്ചിലുണ്ട്, അടിച്ചു കയറി വാ, ഓക്കെ. അങ്ങനെ ഓരോ സിറ്റുവേഷനിൽ അങ്ങനെ ഞാൻ കള്ളു കുടിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് ചാക്കോച്ചനായിട്ട്, അതിലുമുണ്ട് അടിച്ചു കയറി വാങ്ങുന്നുണ്ട്, ദേഷ്യത്തിൽ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ സിറ്റുവേഷനിലും ആ ഡയലോഗ് പുള്ളി അത് യൂസ് ചെയ്തിട്ടുണ്ട്. ഓഹോ, അത് ശരി. അതൊരു പുതിയ അറിവാണ് ചേട്ടാ. ചെറിയൊരു ക്യാരക്ടറിൽ നിന്ന് ദുബായ് ജോസ് അങ്ങനെ ഒരു വലിയ ക്യാരക്ടറായി മാറി എന്നുള്ളതൊരു പുതിയ അറിവാണ്. ശരിക്കും അത് ലക്കാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം 20 വർഷത്തിന് ശേഷം വീണ്ടും അത് അടയാളപ്പെടുത്തുകയാണല്ലോ. ഫസ്റ്റ് സീൻ ചെയ്തപ്പോൾ എങ്ങനെ വരുമെന്ന് ഡയറക്ടർ അറിയില്ലല്ലോ, നമ്മളത് ചെയ്യുന്നതല്ലോ. അപ്പൊ ഞാൻ ഞാൻ ആദ്യമായിട്ടാണ് സിബി സാറായിട്ട് വർക്ക് ചെയ്യുന്നത്. സോ പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്നു ഉള്ള സാധനമാണത്, ഈ ക്യാരക്ടർ ഇങ്ങനെയൊക്കെയാണെന്ന്. സോ അത് പെർഫോം ചെയ്ത് കഴിഞ്ഞപ്പോ ഫസ്റ്റ് ഡേ എടുത്തത് ഐ തിങ്ക് ദേഷ്യത്തിൽ പറയുന്നില്ല, ഒരു ഷർട്ട് ഇട്ടോട്ടോ വന്നിട്ട് ഒരു ഷർട്ട് ഇട്ടു, അതാണ് ഫസ്റ്റ് എടുത്തത്. അത് കഴിഞ്ഞപ്പോ പുള്ളി അത് ഇംപ്രവൈസ് ചെയ്ത് പിന്നെ അത് അങ്ങോട്ട് പടം മുഴുവനും ഓക്കെ. പിന്നെ ഇത് സിബി സാർ എന്നെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചത്, സാധാരണ ഡബിങ് തിയേറ്ററിൽ ഡയറക്ടർ സാർ മിക്ക ഡയറക്ടേഴ്സ് ഇരിക്കാറില്ല, AD ആയിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, അങ്ങനെ വന്നാലും കുറച്ചു കഴിയുമ്പോൾ പോകും, പിന്നെ വന്ന് അവർ ചെക്ക് ചെയ്യും അല്ലെങ്കിൽ റീചെക്ക് ചെയ്യും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ. ഇത് 9 to 9 കാലത്ത് 9 മുതൽ വൈകുന്നേരം 9 മണി വരെയും 2 ദിവസം സിബി സാർ ആ സീറ്റിൽ നിന്ന് മാറിയിട്ടില്ല. എന്റെ അടുത്തിരുന്ന് കംപ്ലീറ്റ് സിനിമ എന്നെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചിട്ട് ഇടയ്ക്ക് പുള്ളി തന്നെ ചോദിക്കും, നമുക്കൊരു കാപ്പി കുടിക്കാൻ അറിയാൻ നോക്കും, ഒരു ചായ കുടിക്കാൻ അറിയാൻ നോക്കും. അങ്ങനെ സിബി സാറിന്റെ വണ്ടി കൊണ്ടുവന്ന് സിബി സാർ തന്നെ എന്നെ ഹോട്ടലിലാക്കി, അങ്ങനെ അത് ചെയ്യിപ്പിച്ചാണ്. പോണെന്ന് സിബി സാർ ഫാമിലി ആയിട്ട് എനിക്ക് നല്ല ലഞ്ച് തന്നാണ് സിബി സാർ വിട്ടത്. അല്ല ചേട്ടാ, സത്യത്തിൽ മലയാള സിനിമ ചേട്ടനെ വേണ്ടത്ര ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? സിനിമയെ ഞാൻ കുറ്റം പറയില്ല, സിനിമ വലിയൊരു കടലാണ്, അതങ്ങനെ കിടക്കും. നമുക്കാണ് സിനിമ വേണ്ടിയുള്ളൂ. ഓക്കെ, ഇത് ഉപയോഗപ്പെടുത്തിയില്ല എന്നൊക്കെ നമുക്ക് സിനിമ കിട്ടാതാകുമ്പോൾ ഇതൊക്കെ പറയാം, ഇന്ന വാക്കുകളൊക്കെ പറയാം. പക്ഷെ നമ്മൾ അതിനുവേണ്ടി കുറെ ശ്രമിക്കണം, നമ്മളുടെ ശ്രമം കുറെ കാണണം. നമ്മൾ എത്ര പെർഫോം ചെയ്ത് കാണിച്ചു കൊടുത്താലും വീണ്ടും നമ്മൾ പെർഫോം ചെയ്ത് അവർക്ക് കാണിച്ചു കൊടുക്കാൻ നമ്മൾ റെഡിയാണ്. വെച്ചാൽ ഓരോ തലമുറ മാറുമ്പോൾ ഓരോ ആൾക്കാർ വരും. ഓക്കെ, അവരുടെ തലയിൽ പെട്ടെന്ന് ഇതും കയറി വരണമെന്നില്ല, അവര് വേറൊരു ആംഗിളായിരിക്കും ചിന്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരാളുണ്ട്, ഇങ്ങനെ ഒരു ആക്ടർ ഉണ്ട്, നമ്മൾ വേണം എല്ലാ കാലഘട്ടത്തിലും നിറഞ്ഞു നിൽക്കാൻ. അത് നമ്മളുടെ ഒരു ജോബാണത്. എത്ര കാലഘട്ടം, ഇപ്പൊ ഞാൻ തുടങ്ങിയിട്ട് 34 years ആയി. ഓക്കെ, ഞാനൊരു 320 ഫിലിംസ് ചെയ്തിട്ടുണ്ട്. ഈ 34 yearsഉം ഓരോ 10 വർഷം കൂടുമ്പോഴും ഓരോരുത്തർ മാറിപ്പോവും. അപ്പൊ വീണ്ടും അവർ ഈ പുതിയ ആൾക്കാർ കൂടെ ചേരുക, അവരായിട്ട് പടം ചെയ്യുക. സോ ഇത് നമ്മളുടെ ഒരു ജോലിയാണ്. യൂസ് ചെയ്യാതെ അതൊക്കെ ഉണ്ട്. സോ നമ്മൾ യൂസ് ചെയ്ത് പോകും, അതൊക്കെ ഉണ്ട്. ബട്ട് അതും കടന്ന് നമ്മൾ മേലെ കയറി നിൽക്കണം. ശരിക്കും മലയാള സിനിമ ഇപ്പോൾ കമ്പനികളാണല്ലോ, അതായത് ഓരോ നടന്മാരും ഓരോ സിനിമ പ്രൊഡക്ഷൻ കമ്പനികളാണ്. അപ്പോൾ അവർക്കൊരു ടീം എപ്പോഴും അവരോടൊപ്പം ഉണ്ടാകും. അതായത് അവരുടെ സിനിമയിൽ അഭിനയിക്കുന്നവരായാലും ശരി, അല്ലെങ്കിൽ ടെക്നീഷ്യൻസ് ആയാലും ശരി, ആ ഒരു ടീമിനായിരിക്കും എപ്പോഴും അവസരങ്ങൾ കിട്ടുന്നത്. ചേട്ടൻ എപ്പോഴെങ്കിലും അവർക്കൊപ്പം ചേർന്ന് നിൽക്കാത്തത് കൊണ്ട് മലയാള സിനിമയിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടതായിട്ട് തോന്നിയിട്ടുണ്ടോ? അവരുടെ കൂട്ടത്തില് നിൽക്കുന്ന സ്റ്റേജ് കഴിഞ്ഞു പോകും. ഓക്കെ, ഇനി പെർഫോം ചെയ്യണ ആക്ടർ വേണമെങ്കിൽ അവർ വിളിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളായിട്ട് എന്നെ കൂട്ടാൻ പറ്റില്ല. ഇന്ന ക്യാരക്ടർ ഇന്ന ആൾ പെർഫോം ചെയ്യും, ഞാനതാ പറയണം, ആക്ടർ മനസ്സിലാക്കണം എന്ന് പറയണം.
actor, yeah, actor മനസ്സിലായി, who can act, who can perform all characters. ഇയാള് വില്ലനും ചെയ്യും, ഇയാള് ഹീറോയും ചെയ്യും, ഇയാള് കോമഡിയും ചെയ്യും, ഇയാള് ഏത് ക്യാരക്ടർ കൊടുത്താലും ഇന്ന ആക്ടർ ചെയ്യോ എന്നുള്ള ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കണം. അതെ, അതുപോലെ ഇപ്പം സിനിമ ന്യൂ ജനറേഷൻ താരങ്ങളുടെ കയ്യിലാണ്. ഇപ്പം നമ്മുടെ ആവേശം, ഫഹദ് വന്നതുപോലെ, അല്ലെങ്കിൽ പൃഥ്വിരാജ്, അതുപോലെയൊക്കെയുള്ള ഈ പുതിയ ജനറേഷൻ താരങ്ങളുടെ കയ്യിലാണ് മലയാള സിനിമ എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയാം. കാരണം അവരുടെ സിനിമകൾ മികച്ച റിസൾട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അവർക്കൊപ്പം സഹകരിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ മികച്ച അവസരങ്ങൾ അവർക്കൊപ്പം ലഭിക്കുന്നില്ല എന്നൊരു തോന്നൽ ചേട്ടനുണ്ടായിട്ടുണ്ടോ? ഇതെല്ലാം ഇതിലൊരു ബിസിനസ് കോമ്പിനേഷൻ ഉണ്ട്, ഇതിൽ ഡിസ്ട്രിബ്യൂഷൻകാർ ആഗ്രഹിക്കുന്നവരുണ്ട്, ഇന്ന കോമ്പിനേഷൻ ഇന്ന ആക്ടേഴ്സ് ചെയ്യണം, ഇതൊക്കെ വരും. ഓക്കെ. പിന്നെ ചില കാലഘട്ടത്ത് സിനിമ എടുക്കുന്ന ഒരു ദാറ്റ് ഈസ് ഞാൻ പറഞ്ഞത്. ഇപ്പോ ടേക്ക് ബാലേട്ടൻ. ഓക്കെ, ബാലേട്ടൻ എക്സ്ട്രോർഡിനറി ഹിറ്റ്. അത് കഴിഞ്ഞ് ബാലേട്ടൻ പോലത്തെ കഥകൾ മലയാളത്തിൽ കുറഞ്ഞുപോയി. ഓക്കെ, പിന്നെ ലയനായി, റൺവേ ആയി, പോക്കിരി രാജയായി, അങ്ങനത്തെ അത് മസാല പടങ്ങളായി, മാസ് മൂവീസ് ആയിപ്പോയി. അപ്പോ ഓരോ സമയത്ത് ഈ സിനിമ എടുക്കല് മാറിപ്പോവും. അപ്പൊ നമ്മൾ അതിലേക്ക് ജോയിൻ ചെയ്യും. നമ്മൾ അതിലേക്ക് ജോയിൻ ചെയ്യും. പിന്നെ ഇപ്പൊ വേറൊരു ട്രെൻഡ്, പിന്നെ നിവിൻ പോളിയായി, പിന്നെ വേറെ ആൾക്കാരായി, പിന്നെ അവരുടെ പുതിയ യങ്സ്റ്റേഴ്സ് ആയി. സോ ദാറ്റ് ട്രെൻഡ് വിൽ കം. പക്ഷെ എല്ലാത്തിനും നമുക്ക് പേഷ്യൻസ് വേണം, നമ്മൾ കാത്തിരിക്കണം. അപ്പൊ നമ്മൾ എപ്പോ കാത്തിരിക്കുമ്പോഴും നമ്മളുടെ മൈൻഡ്, നമ്മളുടെ ബോഡി എല്ലാം പ്രിപ്പയർഡ് ആയിരിക്കണം. വന്നാൽ ഒറ്റപ്പെടുത്തായിരിക്കണം ഓപ്പർച്യൂണിറ്റി ആണ്. സോ എപ്പോഴും പ്രിപ്പറേഷൻ വേണം. പ്രിപ്പറേഷൻ മീറ്റ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ഈ 20 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ദുബായ് ജോസ് ഇങ്ങനെ ട്രെൻഡിങ് ആവുകയാണ്. അതായത് സോഷ്യൽ മീഡിയ തുറന്നാൽ ഇപ്പം ചേട്ടൻ തന്നെയാണ് താരം. അപ്പോൾ ഈ ഒരു അവസരത്തിൽ, ഈ വീണ്ടും ട്രെൻഡിങ് ആവുന്ന ഈ ഒരു അവസരത്തിൽ കൃത്യമായ സ്പേസ് വീണ്ടും മലയാള സിനിമയിൽ മുതലെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നാച്ചുറലി മുതലെടുക്കണമല്ലോ. അതല്ല ബുദ്ധി. ബി സ്മാർട്ട്. നമ്മൾ സ്മാർട്ട് ആയിരിക്കണമല്ലോ. ഇപ്പൊ ഇന്ന് സംസാരിക്കുമ്പോൾ ഇന്ന് വെള്ളിയാഴ്ച എന്റെ പണം റിലീസാണ്, വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി, നാദർഷയുടെ പണം. ഓക്കെ, ഈ ഒരു ഹൈപ്പിൽ അതും ഹൈപ്പ് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. തിയേറ്ററിൽ നിന്ന് വിളിച്ച് പറയാൻ ഫസ്റ്റ് ഡേ ഷോ കഴിഞ്ഞിട്ട് വരുമ്പോ കൊല്ലത്തുനിന്ന് ഒരാള് വീഡിയോ എടുത്ത് അയച്ചിട്ടുണ്ട്. പിള്ളേരെ കണ്ടിട്ട് വരുമ്പോ അടിച്ചു കയറി വാ ഈ പടത്തിന് എന്ന് പറഞ്ഞിട്ട് പോകുന്നു. തമിഴ് സിനിമയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, തമിഴിൽ വടിവേലു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ വിന്നർ എന്ന് പറഞ്ഞ സിനിമയിൽ ചേട്ടനോടൊപ്പം ഉള്ള ഒരു കോംബോ സീനാണ്. അതായത് പുള്ളി ഇങ്ങനെ ഇൻട്രോ സീനിൽ പുള്ളി ഇങ്ങനെ വരും. അപ്പം പുള്ളി ഇങ്ങനെ വലിയ അടിക്കാനായിട്ട് ഇങ്ങനെ വന്നിട്ട് ചേട്ടൻ്റെ മുമ്പിൽ വന്ന് പെടും. അപ്പോൾ ചേട്ടൻ്റെ മുമ്പിൽ വന്ന് വിടുമ്പോഴത്തേക്കിന് എല്ലാവരും ഓടിപ്പോകും, കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഓടിപ്പോയിട്ട് പുള്ളി മാത്രം ഒറ്റപ്പെട്ടിട്ട് നിന്നിട്ട് പറയും, എന്നെ അടിക്കരുത്, ഞാൻ അഴുതിടുവേ എന്നൊക്കെ പറയുന്നൊരു സീൻ. അത് പുള്ളി എപ്പോഴും പറയും. ആ സീനാണ് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സീൻ. പുള്ളി ഒരു ഇൻ്റർവ്യൂവിൽ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും മലയാളം സിനിമയെക്കാട്ടിലും തമിഴ് സിനിമയാണ് ചേട്ടനെ വേണ്ട രീതിയിൽ നല്ലപോലെ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മൾ ഏത് ട്രെൻഡിലാണോ ഏത് ഭാഷയിലാണോ പോകുന്നത് അത് അവിടെ പോയി വീഴും. ഓക്കെ, ഇപ്പൊ ജലോത്സവം പോലത്തെ ട്രെൻഡിങ് തമിഴ് സിനിമയിൽ ഉണ്ടാവില്ല. ഇല്ല, ഇപ്പൊ പറയാണ് ഞാൻ പറയാണ്, തമിഴിൽ കുറെ ചെയ്തിട്ടുണ്ട് ഞാൻ. ഇപ്പൊ വിജയൻ ഞാനുള്ള ബദ്രി എടുത്തോ. ബദ്രിയിൽ ഏറ്റവും സോഫ്റ്റ് ആയ, ഏറ്റവും പാവപ്പെട്ട, ഏറ്റവും ശുദ്ധമായ ഒരു 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 ചേട്ടനാണ്. ഓക്കെ, വിജയനായിട്ട് തിരുപ്പതി എടുത്തു, അജിത്തിനായിട്ട് തിരുപ്പതി. 2 ഫ്രണ്ട്സ് ഭയങ്കര ഇൻവിറ്റ് ചെയ്യാവുന്നതാണ്. കമലഹാസനായിട്ട് ആളവൻ തന്നെ എടുത്തോ. സോ അങ്ങനെ കുറെ ഉണ്ട്. സോ ആ ഓരോ സ്റ്റേജിൽ, ഏത് സ്റ്റേറ്റിൽ എന്താണോ അപ്പൊ ട്രെൻഡിങ് ആണോ നമ്മൾ അതിലായിരിക്കും പോകുന്നത്. അല്ല, അങ്ങനെയല്ല, മലയാള സിനിമ ചേട്ടനെ വേണ്ടത്ര രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്നൊരു ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെ ഒരു കമൻറ്റ് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ദുബായ് ജോസ് ട്രെൻഡാവുന്ന സമയത്തും മലയാള സിനിമ വേണ്ടത്ര ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പൊതുവിൽ ഒരു അഭിപ്രായം. ആ അഭിപ്രായത്തോട് ചേട്ടൻ്റെ എന്താണ് ചേട്ടന് തോന്നുന്നത്? അത് നമ്മളത് ഒരു കുറ്റമായിട്ട് പറയാൻ പറ്റില്ല. അത് വരും പോകും. ഇതിപ്പോ 20 വർഷം കഴിഞ്ഞ് ഇപ്പോൾ ട്രെൻഡിങ് ആയ പോലെ മലയാളത്തിൽ വീണ്ടും വരും. ശരിക്കും ചേട്ടൻ്റെ ഒരു സിനിമാ പാരമ്പര്യം പലർക്കും അറിയത്തില്ല. ഞാനൊരു ഇൻ്റർവ്യൂവിൽ ചേട്ടൻ്റെ ഒരു മുമ്പത്തെ ഒരു TV ഷോയിലോ എപ്പോഴും ഞാൻ കണ്ടതാണ്, ചേട്ടൻ ഒരു പ്രൊഡ്യൂസറിൻ്റെ മകനാണ് എന്നുള്ള കാര്യം. മലയാളത്തിൽ ഒരുപാട് നല്ല സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു നിർമ്മാതാവിൻ്റെ മകനാണ്. അപ്പോൾ ആ ഒരു സിനിമാ പാരമ്പര്യം പലർക്കും അറിയില്ല. ഒന്ന് വിശദീകരിക്കാം, എന്താണ് ചേട്ടൻ്റെ ആ ഒരു സിനിമാ പാരമ്പര്യം എന്നുള്ളത്? ഓക്കെ, അച്ഛൻ്റെ പേര് റഷീദ് എന്നാണ്. ഓക്കെ, ഹസൻ റഷീദ് എന്ന് അറിയപ്പെടും അവര്. അവരാണ് ആദ്യമായിട്ട് തിലകൻ സാറ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ,
അതിൽ ആ പടത്തിന്റെ പേരാണ് പെരിയാർ. പെരിയാർ ഫസ്റ്റ് പടം പെരിയാർ. അപ്പൊ ഞാനൊന്നും ജനിച്ചിട്ടില്ല. പെരിയാർ. ഓക്കെ, പെരിയാർ. പിന്നെ അത് കഴിഞ്ഞ് നസീർ സാറായിട്ട് ഒരു 6-7 സിനിമകളുണ്ട്. ഓക്കെ, ടൂറിസ്റ്റ് ബംഗ്ലാവ്, വനദേവത, അഷ്ടമി രോഹിണി, അങ്ങനെ കുറെ ഉണ്ട്. 5-6 പടമുണ്ട്. അത് കഴിഞ്ഞ് ഇന്നസെന്റ് സാറ്, ഭീമൻ രഘു, ഇതൊക്കെ അച്ഛനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ജനറേഷൻ ലാൽ അമേരിക്കയിൽ, വെറുതെ ഒരു പണക്കം, അങ്ങനെ അങ്ങനെ കുറെ, അങ്ങനെ ഒരു 42 പടങ്ങളുണ്ട്. സത്യനന്ദിക്കാട് സാറിന്റെ ഫസ്റ്റ് 3 ഫിലിംസ് അച്ഛന്റെ പടമാണ്. ഫസ്റ്റ് ഫിലിം, സെക്കൻഡ് ഫിലിം ആൻഡ് തേർഡ് ഫിലിം, 2 അച്ഛന്റെ സിനിമയാണ്. കുറുക്കന്റെ കല്യാണം ഫസ്റ്റ് ഫിലിം, മണ്ടമാർ ലണ്ടനിൽ, വെറുതെ ഒരു പണക്കം, ഇത് 3 സത്യനന്ദിക്കാട് തന്നെയാണ്. ഇത് ഫസ്റ്റ് ഫിലിം, അച്ഛന്റെ പടങ്ങളാണ്. അങ്ങനെ ഒരു 42 ഫിലിംസ് ഉണ്ട്. അല്ല, ആ ഒരു പാരമ്പര്യം ശരിക്കും ചേട്ടന് മുതലെടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അതിൽ നിരാശയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? സ്വന്തമായിട്ടില്ലാതെ കിട്ടൂല. എന്തൊക്കെ ഇപ്പൊ ഞാനൊരു പറയട്ടെ, ഇപ്പൊ മമ്മൂട്ടി സാറിന്റെ മോനായാലും ശരി, രജനീകാന്തിന്റെ മോളായാലും ശരി, കമലഹാസന്റെ മോളായാലും ശരി, അവരുടെ വീക്ക് ഞങ്ങൾക്ക് ഇപ്പോ സുകുമാരൻ ചേട്ടന്റെ സാറിന്റെ മോനാണ് പൃഥ്വിരാജ്. അഫ്കോഴ്സ് അച്ഛന്റെ ഐഡന്റിറ്റി ഉണ്ട്. അച്ഛന്റെ ഐഡന്റിറ്റി ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് വേണം ഉറപ്പായിട്ടും. അച്ഛന്റെ ഇന്ന ആളുടെ മകനാണെന്ന് അറിയണ്ടേ. സോ ദാറ്റ് ഈസ് അത് ഭയങ്കര ബേസ് ആണ്. പിന്നെ യുവർ ഹാർഡ് വർക്ക്, യുവർ പെർഫോമൻസ്, അത് നമ്മൾ ഇപ്പോ ലീഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ വിജയുടെ അച്ഛനാണ് എസ് എ ചന്ദ്രശേഖർ. അപ്പൊ എസ് എ ചന്ദ്രശേഖറിന്റെ മോനാണ് വിജയ് എന്നുള്ള ഒരു ഐഡന്റിറ്റി ഇല്ലേ, അത് വലിയൊരു ഇതാണത്. നമ്മളെ ഫാദറിന്റെ ഐഡന്റിറ്റി ഈസ് ബിഗ് ഐഡന്റിറ്റിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് നമ്മളുടെ പ്രൂവാണ്. പിന്നെ നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നോ, എത്ര നമ്മൾ അതിനുവേണ്ടി ഡെഡിക്കേഷൻ ചെയ്യുന്നു, എത്ര ഫോക്കസ് ചെയ്യുന്നു, പിന്നെ അതാണ് നമ്മൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത്. ശരിക്കും 2024 എന്ന് പറയുന്നത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം സുവർണ്ണ കാലഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് വീണ്ടും പറയാം. കാരണം എന്ന് പറഞ്ഞാൽ മലയാള സിനിമ നാളിതുവരെയുള്ള കളക്ഷൻ റെക്കോർഡുകളെല്ലാം ഭേദിച്ച് ഏതാണ്ട് 1000 കോടിയിലേക്ക് എത്തുകയാണ് മലയാള സിനിമയുടെ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തേണ്ടതല്ലേ? മാറ്റങ്ങളൊന്നും വേണ്ട, കറക്റ്റ് പെർഫോം ചെയ്താൽ മതി, താനെ കിട്ടിക്കോളും. മാറ്റമൊന്നും ചെയ്യണ്ട. ഇപ്പൊ അടുത്ത ഭാഗത്തിന് കുറച്ച് ഞാൻ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇനി ഒരു വില്ലൻ ക്യാരക്ടർ ആണോ ചെയ്യാൻ ഇഷ്ടം, അതോ ഇനിയൊരു സാധാരണ സ്വഭാവ റോളുകളിലേക്ക് മാറാനാണോ? എങ്ങനെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ടോ ചേട്ടന്? ഇല്ല, വില്ലൻ വേണ്ട. ഇപ്പൊ പടത്തിൽ ഏറ്റവും മെയിൻ ക്യാരക്ടർ വില്ലൻ ആണെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ? വേണ്ടെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. എനിക്ക് കിട്ടിയ ഒരു വില്ലി ഈ സിനിമയിൽ എന്താണെന്നറിയോ? തമിഴ്, തെലുഗു, ഹിന്ദി, കന്നഡ, മലയാളം. ഓക്കെ, ഈ 5 ലാംഗ്വേജിലെ എല്ലാ ടോപ്പ് 3 ഹീറോസ് ആണ്. അത് നമ്പർ 1 ഹീറോസ്. എല്ലാവരായിട്ട് പടം ചെയ്തിട്ടുണ്ട്, എല്ലാവരും ഇടിച്ചിട്ടുണ്ട്, അങ്ങോട്ട് ഇടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഇടി കൊള്ളുന്നതല്ല, ഇടി കൊടുക്കുന്നത്. അതായത് സൂപ്പർ സ്റ്റാർസ് ആയിട്ട്. അത് അവർ അത്രയും സ്ട്രോങ് ആയിട്ട് എന്നെ കൊണ്ട് പെർഫോം ചെയ്യിച്ചാറും കൊണ്ടാണ്. സോ ഓക്കെ, ഇപ്പൊ ഞാൻ വെറുതെ പറഞ്ഞുതരാം. ഇപ്പോ കട്ടപ്പനയിലെ ഹൃത്തിക് റോഷൻ, ഓക്കെ, പുള്ളി എന്നെ ഇടിക്കണമെങ്കിൽ എന്റെ ക്യാരക്ടർ അതായിരിക്കണം. അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു ക്യാരക്ടർ കാണും, ഇയാളെയും ഇടിക്കാൻ പറ്റും എന്നുള്ളത് അത് സ്ക്രിപ്റ്റിൽ കാണണം. ഓക്കെ, അതിലെ ആ നാടോടി മന്നന്റെ ഒരു ഡയലോഗ് ഉണ്ട്. ദിലീപും ഞാനും ഫൈറ്റ് കഴിയും. ഓക്കെ, ഫൈറ്റ് കഴിഞ്ഞ് ലാസ്റ്റ് എന്നെ ഇടിച്ച് ദിലീപ് ഇടും. ഇട്ടിട്ട് ദിലീപ് പറയും, എന്നെക്കാളും ശക്തിയും ഇതും തനിക്കുണ്ട്, പക്ഷെ ഞാൻ നിന്നെ ഇടിച്ചിട്ടത് എന്റെ ബുദ്ധി കൊണ്ടാണ്. ഓക്കെ, സോ അതാണ് അവിടെ കൺവിൻസിങ്. അപ്പൊ അത് ഓക്കെയാണ് ഇതിന്. സോ അങ്ങനെ വേണം അത് പോകാൻ. അതെ, ശരിയാണ്. ശരിക്കും ഈ പുതിയ തലമുറ താരങ്ങളോട് നിങ്ങൾ എൻ്റെ ശരീരം കണ്ട് ഭയപ്പെടാൻ, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തോടല്ല, നിങ്ങൾ ബുദ്ധി കൊണ്ട് വില്ലനെ കീഴ്പ്പെടുത്തുക. അതുകൊണ്ട് നിങ്ങൾക്ക് സ്യൂട്ടബിളായ ഒരു പക്ഷേ ഓപ്പോസിറ്റ് ക്യാരക്ടർ, ആൻറ്റി ഹീറോ ഞാൻ തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് ചേട്ടന് പറയാനുള്ളത് അല്ലേ? ഈ ശരീരം എന്ന് വെച്ചാൽ ജോലി ചെയ്യാൻ ശരീരം വേണ്ടേ? ജോലി ചെയ്യാൻ ശരീരം വേണം. 33 വർഷമായിട്ട് ഞാൻ നിൽപ്പില്ല. അപ്പൊ ശരീരം വേണ്ടേ? ശരീരവും ഇത് ഈ ശക്തി ഇതൊക്കെ ഉണ്ടായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അതെ, ശരിക്കും ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്, എങ്ങനെയാണ് ഈ ശരീരം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നല്ല ഫിറ്റായിട്ട് 20 വർഷം മുമ്പ് ദുബായ് ജോസിൽ കണ്ട റിയാസ് ഖാനും ഇപ്പം എൻ്റെ മുമ്പിലിരിക്കുന്ന റിയാസ് ഖാനും വലിയ മാറ്റമൊന്നുമില്ല. ഇതെങ്ങനെയാണ് ഇത്രയും കാലം ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്?
സിനിമയെ എത്ര സ്നേഹിക്കുന്നു, എന്റെ ശരീരത്തിനെ ഞാൻ അത്രയും സ്നേഹിക്കുന്നു, എന്റെ ജീവനേക്കാളും നമ്മൾ എത്ര സ്നേഹിക്കുന്നു അതിനേക്കാളും കൂടുതലായിട്ട് എന്റെ ശരീരം ഞാൻ സ്നേഹിക്കുന്നു. സോ നമ്മളുടെ ഇത് എന്റെ അമ്പലമാണ്. ഇത് എന്റെ അമ്പലം ഒരു ദിവസം ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെക്കും, പിന്നെ അങ്ങോട്ട് ഓട്ടമാണ്. ഞാൻ ചേട്ടനെ വിളിച്ചപ്പോൾ പോലും ചേട്ടൻ തിരക്കിലായിരുന്നു, ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിരുന്നു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ശരിക്കും ഇപ്പോഴും നല്ല തിരക്കിലാണല്ലേ? ഈ പുതിയ പ്രൊജക്റ്റുകളൊക്കെ ഇപ്പോൾ ഏതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, നിലവിൽ ഇപ്പൊ ഇന്ന് വെള്ളിയാഴ്ച റിലീസായത് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിൻ. അടുത്ത ജൂൺ 14 റിലീസ് ആകാൻ പോകുന്നത് ടി എ സുരേഷ് ബാബുയുടെ DNA. അത് കഴിഞ്ഞ് ഹാപ്പി ന്യൂ ഇയർ എന്നൊരു പടം റിലീസ് ഉണ്ട്. അത് കഴിഞ്ഞ് തമിഴില് സുന്ദർ സി, റിയാസ് ഖാൻ, അനുരാഗ് കശ്യപ് അഭിനയിച്ച 1 to 1 തമിഴ് സിനിമ റിലീസാണ്. പിന്നെ പ്രഭുദേവ ഞാനും ചെയ്ത പേട്ട റാപ്പ് എന്ന് പറഞ്ഞ ഒരു തമിഴ് സിനിമ റിലീസാണ്. ഹോട്ട്സ്റ്റാറിൽ 2 വെബ് സീരീസ് വരുന്നുണ്ട്. മലയാളികളുടെ പ്രിയപ്പെട്ട റിയാസ് ഖാൻ പിന്നെ എന്തുകൊണ്ടാണ് ചെന്നൈയിൽ സെറ്റിൽ ചെയ്തത്? ഞാൻ അഭിനയം തുടങ്ങിയിട്ട് 30 വർഷമായി. അച്ഛന് ഉണ്ടായിരുന്നെങ്കിൽ സിനിമ തുടങ്ങിയിട്ട് ഒരു 55 years എങ്കിലും ആയിക്കാണും, 55 വർഷങ്ങളാണ്. ഓക്കെ, 56. അപ്പോ സ്റ്റുഡിയോ ചെന്നൈ മാത്രമേ ഉള്ളൂ. സ്റ്റുഡിയോ ലാബും ഫിലിം പ്രോസസ്സിങ്ങും എല്ലാം ചെന്നൈയിലേ ഉള്ളൂ, വേറെ എവിടെ ഇല്ല സൗത്ത് ഇന്ത്യയിൽ. ചെന്നൈ ഒരൊറ്റ യൂണിയൻ ചെന്നൈയിലേ ഉള്ളൂ. ഇന്നും ഫൈറ്റേഴ്സും ഡാൻസ് മാസ്റ്റേഴ്സും വരുന്നെങ്കിൽ ചെന്നൈയിൽ നിന്ന് വരണം, യൂണിയൻ ഇവിടെ ഉള്ളൂ. അച്ഛൻ ഇവിടെയായിരുന്നു കല്യാണം കഴിച്ചത്, ഞാൻ ജനിച്ചത് ഇവിടെ, ഞാൻ പഠിച്ചത് ഇവിടെ. സോ അങ്ങനെ ഇവിടുത്തെ കാരനായി മാറി. അപ്പോൾ താങ്ക് യു സോ മച്ച് ചേട്ടാ, ഇത്രയും സമയം ഈ ഷൂട്ടിങ്ങിൻ്റെ തിരക്ക് ഇത്രയും സമയം എനിക്ക് അനുവദിച്ചതിലും അതുപോലെ ഈ നമ്മുടെ ദുബായ് ജോസിനെ വീണ്ടും മലയാളികൾ നെഞ്ചേറ്റിയപ്പോൾ ആ വിശേഷങ്ങൾ പറയാൻ ആദ്യമായി എനിക്കൊപ്പം ചേർന്നതിനും ഒരുപാട് നന്ദി, സന്തോഷം. വളരെ വളരെ സന്തോഷമായി. താങ്ക് യു സോ മച്ച്. അതുകൊണ്ട് എല്ലാവരും ഇനി അടിച്ച് കയറി വാ. അത് തന്നെ. താങ്ക് യു ചേട്ടാ, താങ്ക് യു.